സമാനതകളില്ലാത്ത ദുരന്തമാണ് കേരള ഭൂമി കഴിഞ്ഞ ദിവസം അഭിമുഖീകരിച്ചത്. തോരാത്ത കണ്ണീരുമായി ഉറ്റവരെയും ഉടയവരെയും തിരയുന്നവരും മൃതശരീരങ്ങളുടെ ഭാഗങ്ങളും വളർത്തുമൃഗങ്ങളും അവയുടെ വേദനകളും വിഹുലതകളും എല്ലാം കണ്ട് മലയാളിയുടെ മനസ്സ് മരവിച്ചുപോയ ദിവസങ്ങൾ. പ്രകൃതി ദുരന്തത്തിൻ്റെ ഏറ്റവും ദുരിതപൂർണമായ ദിനങ്ങളാണ് കഴിഞ്ഞുപോയത്. ഈ സമയത്ത് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഓരോ വിഷയങ്ങളും മരിച്ചവരുടെയും ഉറ്റവരുടെയും ഉടയവരുടെയും വളർത്തുമൃഗങ്ങളുടെയും പ്രകൃതിയുടെയും എല്ലാ ദുരന്തമുഖങ്ങൾ അവരെ കേരളത്തിലെ ജനതയ്ക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തു. പക്ഷേ കുറ്റകരമായ ഒരു അനാസ്ഥ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് മാത്രം പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൻ്റെ സംഭാവനയാണ് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമായ ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അദ്ദേഹം രാവിലെ പ്രഭാതത്തിൽ ഉണർന്നത് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ വിളി കേട്ടാണ്. രാവിലെ 3 മണിക്ക് അദ്ദേഹം ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയായിരുന്നു. അപ്പോൾ PMOയിൽ നിന്നും ഒരറിവ് കിട്ടി. അസാമാന്യമായ ഒരു പ്രകൃതി ദുരന്തം കേരളം നേരിട്ടിരിക്കുന്നു, താങ്കൾ വേണ്ടതൊക്കെ ചെയ്യുക. അദ്ദേഹം കൂടെ പ്രധാനമന്ത്രിയുമായും അമിത്ഷായുടെ ഓഫീസുമായും ബന്ധപ്പെട്ടു. അദ്ദേഹം കേരളത്തിലേക്ക് യാത്രയായി ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹം ജില്ലാ കലക്ടറുടെ യോഗം വിളിച്ചു. സൈന്യത്തിൻ്റെ ഓരോ മേധാവികളുമായിട്ടും അദ്ദേഹം ബന്ധപ്പെട്ടു, വേണ്ടതെല്ലാം ചെയ്തു. പുലർച്ചെ ഇവിടുത്തെ പത്രപ്രവർത്തകരും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം പകച്ചു നിന്നപ്പോൾ ആ സാധുവായ മനുഷ്യൻ മുണ്ടും മടക്കിക്കുത്തി ചൂരൽമലയിൽ നിന്നും നേരെ മുകളിലേക്ക് കുത്തനെയുള്ള കയറ്റം കയറി. പ്രകൃതി ദുരന്തത്തിൻ്റെ ക്രൂരമായ മുഖങ്ങൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവിടെ കിടക്കുന്ന മൃതദേഹങ്ങളും അവരെ തിരയുന്ന ബന്ധുജനങ്ങളും നശിച്ചുപോയ വീടുകളും വിദ്യാലയവും എല്ലാം നേരിട്ട് ആ മനുഷ്യൻ്റെ ഹൃദയത്തിനേറ്റ വേദന ചെറുതല്ലായിരുന്നു. തൻ്റെ ഓരോ നിമിഷവും വെറും 100 രൂപയുടെ ഒരു മഴക്കോട്ട് മാത്രം ഇട്ടുകൊണ്ട് ആ മനുഷ്യൻ സൈന്യത്തോടൊപ്പം നടന്നു നീങ്ങി. അപ്പോഴും ഇക്കരയിൽ പേടിച്ച മാധ്യമക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ നിൽക്കുകയാണെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ കുത്തനെയുള്ള മല കയറി അവിടെ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് അദ്ദേഹം അപ്പോൾ തന്നെ അമിത്ഷായുടെ ഓഫീസുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെട്ടു. അദ്ദേഹം കൂടെ ജില്ലാ കലക്ടറുമായിട്ട് ബന്ധപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് സൈന്യങ്ങളുടെ തലവന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വേണ്ടത് അദ്ദേഹം മനസ്സിലാക്കി. ബെയിലി പാലം ഉണ്ടായേ മതിയാവുള്ളൂ. ഉടൻ തന്നെ അദ്ദേഹം കേന്ദ്ര മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ടു. ബെയിലി പാലം നിർമ്മിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. 100-1000 സൈനികർ അവിടെ എത്തി. ദുരന്ത നിവാരണ സേന അവിടെ എത്തി. 1000 വാഹനങ്ങൾ അവിടെ എത്തി. അങ്ങനെ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ, യാതൊരു പബ്ലിസിറ്റിയും കൂടാതെ ഒരു ചെറിയ മനുഷ്യനെ പോലെ അദ്ദേഹം ആ ദുരന്ത ഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങി. ഇന്നലെ വൈകുന്നേരം കൊണ്ട് അദ്ദേഹം തൻ്റെ ദൗത്യമെല്ലാം പൂർത്തീകരിച്ചു. ബേലിപ്പാലം അന്തസ്സായി പൂർത്തീകരിച്ചു. സൈന്യം പൂർണ്ണതോതിൽ സജ്ജമായി. എല്ലാ തരത്തിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള എല്ലാ നടപടികളും അദ്ദേഹം ചെയ്തു. അത് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചു പോകുവാനുള്ള വിളിയുണ്ടായത്. കഴിഞ്ഞ 4-5 ദിവസം അദ്ദേഹം ആ ദുരന്ത ഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോഴും ഒരു ചെറിയ വാർത്ത പോലും കൊടുക്കുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് അങ്ങേയറ്റം നിരാശാജനകമായ ഒരു കാര്യമാണ്. ഒരു BJP-കാരൻ എന്ന നിലയിൽ മാത്രം അദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകരമായ ഒരു അനാസ്ഥ മാധ്യമങ്ങൾ ചെയ്തത്. മനുഷ്യസ്നേഹിയായ ജോർജ് കുര്യൻ്റെ തലമുറയിൽപ്പെട്ടവര് മലയോര കർഷകരായിരുന്നു. അവരുടെ വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിട്ടറിഞ്ഞ് അദ്ദേഹം ആ കുത്തുമലയിലൂടെ സഞ്ചരിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് യാതൊരു പബ്ലിസിറ്റിയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇല്ലാതെ അദ്ദേഹം തൻ്റെ കടമ മനോഹരമായി നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ: മിസ്റ്റർ ജോർജ് കുര്യൻ, താങ്കളാണ്
യഥാർത്ഥത്തിൽ ഇവിടുത്തെ നായകസ്ഥാനത്ത് നിന്നത്. ഒരു ബിഗ് സല്യൂട്ട് കേരളത്തിലെ ജനങ്ങളുടെ പേരിൽ താങ്കൾക്ക് അർപ്പിക്കുന്നു.